ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് മഴ. ദിവസം തോറും മഴയുണ്ട്. അങ്ങനെ വൈകുന്നേരം ഒരു മഴയും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എല്ലാവരും ഒരു കാര്യം ആലോചിച്ചത്, വൈകിട്ടത്തേക്ക് നമുക്ക് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. അങ്ങനെ കപ്പ ഉണ്ട്, പക്ഷേ ബാക്കി സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ അച്ഛൻ പോയി ബാക്കി സാധനങ്ങളായ കാച്ചിലും ചേമ്പും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ചേനയും കപ്പയും വീട്ടിലുണ്ടായിരുന്നു. അതും എടുത്ത് പെട്ടെന്ന് തന്നെ വെട്ടി കണ്ടിച്ചു, മുറിച്ച് വൃത്തിയാക്കി കുക്കറിലോട്ട് കയറ്റി. അപ്പോഴാണ് കപ്പയ്ക്ക് കൂട്ടായിട്ട് കാന്താരിയും കൂടെ വേണ്ടേന്ന് പറഞ്ഞ് ഞാൻ രാത്രിയിൽ കാന്താരിയും തപ്പി മുറ്റത്തോട്ട് ഇറങ്ങിയത്. വളരെ പേടിച്ചാണ് കാന്താരി പറിക്കാൻ പോയത്. അതിനൊരു കാരണമുണ്ട്. ആ നിൽക്കുന്ന തെങ്ങിൽ ഒരു കുഞ്ഞി ചേര ഞാനൊരു വട്ടം ഇതുപോലെ കാന്താരി പറിക്കാൻ പോയപ്പോൾ കണ്ടത്. ഇന്ന് കുഞ്ഞിച്ചേരയ്ക്ക് വരും വെളുത്ത ഒരു ബട്ടർഫ്ലൈ ആണ് കണ്ടത്. അപ്പോൾ ഉള്ളിയൊക്കെ എടുത്ത് പൊളിക്കാനിരുന്നപ്പോൾ വേണ്ടടാ അണ്ണാൻ കുഞ്ഞിനും തന്നാലായെന്ന് പറഞ്ഞ പോലെ കുഞ്ഞാറ്റയും വന്നു ഉള്ളി പൊളിക്കാൻ ഞാൻ സഹായിക്കാമേ എന്ന് പറഞ്ഞു. അവളെ കൊണ്ട് പറ്റുന്ന രീതി തൊലിയൊന്നും പോയില്ലെങ്കിൽ അവൾ സഹായിക്കാനായിട്ട് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ കല്ലുപ്പും ഉപ്പും പുളിയും കൊച്ചുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാന്താരിയും ബാക്കി പച്ചമുളകും ഒക്കെ എടുത്ത് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. മിക്സി കറക്കുന്നതിന് പകരം ഞാൻ വേണ്ടടാ ഇങ്ങനെ കറക്കിയാലൊന്നും ആവില്ല, മിക്സി തന്നെ കറക്കണം. അങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. കാരണമുണ്ട്, നല്ല എരിയായിരുന്നു സംഗതി. അത് കാരണം അതിൻ്റെ എരിയൊന്ന് കുറയ്ക്കാൻ വേണ്ടി വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. അങ്ങനെ മിക്സാക്കി എടുത്തു. നല്ല അടിപൊളി ചമ്മന്തിയായിരുന്നു, കപ്പയ്ക്ക് കൂട്ടായിട്ട് അടിപൊളി ചമ്മന്തിയായിരുന്നു. അങ്ങനെ കപ്പയും വെന്തു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തൊന്ന് മുളക് പൊടിയൊക്കെ ചേർത്തൊന്ന് റോസ്റ്റാക്കി എടുത്തു. എല്ലാവർക്കും കപ്പപ്പുഴുക്കും ചമ്മന്തിയൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാവരും കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്താൽ മതി.